നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ജോലി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു മറുപടിയേ ഉള്ളൂ. അത് ഗവൺമെൻറ് ജോലിയാണ്. ഗവൺമെൻറ് ജോലിക്ക് ഒരുപാട് പ്രത്യേകതകൾ നമുക്കറിയാം. പക്ഷേ ഗവൺമെൻറ് ജോലി മാത്രം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാധാരണ ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ധനികരായ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാര്യങ്ങൾ നടന്നു പോകും. ആഗ്രഹങ്ങൾ എപ്പോഴും ലിമിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ശരിക്കും ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വളർച്ച അവർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. ശരിക്കും ഗവൺമെൻറ് ജോലിക്കാർ എന്തുകൊണ്ട് ധനികരാവുന്നില്ല? അതിനൊന്നാമത്തെ കാരണം ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്യാരണ്ടിയാണ്, അല്ലേ? ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം അവരുടെ ജോലിയുള്ള ഒരു സ്ഥിരതയാണ്. ആ സ്ഥിരത തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. കാരണം ആ ഒരു വ്യക്തി ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറിയാൽ അതിനുശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര പേര് നിങ്ങളുടെ പരിചയത്തിൽ വീണ്ടും വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള എക്സാമുകൾ അവരെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി എഴുതാറുണ്ട്? വളരെ കുറവാണ്. കംഫർട്ട് സോണിൽ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് പൊതുവെ ഗവൺമെൻറ് ജോലിക്കാർ. പ്രൊമോഷൻ വരുന്നത് പലപ്പോഴും എക്സ്പീരിയൻസിലൂടെ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വരുമാന വർധനവ് എക്സ്പീരിയൻസിലൂടെ മാത്രം കിട്ടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഗവൺമെൻറ് ജോലിക്കാരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഗവൺമെൻറ് ജോലിക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ ലോൺ ആയിരിക്കും ഉണ്ടാവുക. ശരിയാണോ അല്ലയോ? അതായത് വീട് ലോണ് അല്ലെങ്കിൽ അതുപോലെയുള്ള പല പല ലോണുകളും ആൾക്കാർ എടുക്കാൻ തീരുമാനിക്കുന്നത് തന്നെ ഗവൺമെൻറ് ജോലി വന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ ലോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവിടെയുണ്ട്. ഇനി രണ്ടാമത്തത് അവർക്ക് വേറൊരു സൈഡ് ബിസിനസ് അതിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ് അവർക്ക് ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ കുറവായിരിക്കും. എക്സാമ്പിളായിട്ട് ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ പറയുന്ന ഗവൺമെൻറ് ജോലിക്കാർ വളരെ കുറവാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വേണേൽ പറയാം. അതിൽ പലപ്പോഴും അവർ തെറ്റിദ്ധരിക്കുന്നത് ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് എനിക്ക് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്തുകൂടാ എന്നാണ്. നിങ്ങൾ സെബിയിലോ അല്ലെങ്കിൽ RBIയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ചില പരിമിതികളുണ്ട് എന്നല്ലാതെ നേരെ മറിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഇന്ത്യയിൽ തുല്യ അവകാശമാണ് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ന് പറയാം. സോ അതൊരു തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു വർക്കർ നിങ്ങളോട് പറഞ്ഞു പരത്തിയതായിരിക്കാം പല LIC പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രം, ചിട്ടി LIC പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. സോ അതൊരു വലിയൊരു നഷ്ടസാധ്യതയാണ്. കാരണം ചിട്ടികൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ LIC പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ റിട്ടേൺസ് താരതമ്യേന വളരെ കുറവാണ്. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ലോൺ എടുക്കുമ്പോൾ ലോണിൻ്റെ കൂടെ തന്നെ നമ്മുടെ പേരിൽ ലോണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. സോ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാരണവശാൽ ആ ഈ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന വ്യക്തിയിലേക്കും കൂടി മാറാറുണ്ട്. സോ അതും ഈ പറയുന്നതിനൊരു കാരണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. വെറും 10 ലക്ഷം രൂപ നിങ്ങളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ ഒരു 10 വർഷത്തെ കാലയളവിലാണെങ്കിൽ ചുരുങ്ങിയതൊരു 22 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ തിരിച്ചടവിലേക്ക് അടക്കുന്നുണ്ടാവും. അതായത് എടുത്തതിനേക്കാൾ അല്ലെങ്കിൽ എടുത്ത എമൗണ്ടിൻ്റെ ഇരട്ടിയേക്കാൾ കൂടുതലാണ് നമ്മൾ എപ്പോഴും റീപേയ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടാവുക. നിങ്ങളുടെ മാസ വരുമാനത്തിലെ ഒരു സിംഹഭാഗവും പോകാൻ ഇതൊരു കാരണമായിരിക്കും. ഇനി അടുത്തൊരു കാര്യമാണ് PF, അല്ലേ? PF എല്ലാവർക്കും അറിയാം. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എല്ലാവരും ചെയ്യാറുണ്ട്. നിർബന്ധിതമായും ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് PFലേക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി ഈ PFിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ PFന് സാധാരണയായിട്ട് ഒരു 7.5 to 7.7 റേറ്റിലാണ് അതിന് ഇൻ ബിറ്റ്വീൻ 7.6 ഒക്കെയാണ് അതിൻ്റെ ഐഡിയൽ റേഞ്ചായിട്ട് റേറ്റ് ഓഫ് റിട്ടേൺസ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ PFിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും വരുന്നൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ അവർ PF ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് പിൻവലിക്കുന്നുണ്ടാവും. അത് ആസ് എ ലോൺ ഓർ ആസ് വിഡ്രോവൽ. അത് പിൻവലിക്കുന്നത് ലോണായിട്ടോ വിഡ്രോവലായിട്ടോ നമ്മൾ ആ പണം നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന 7.5 അല്ലെങ്കിൽ 7.6% ആണ് നമുക്ക് റേറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഒരു മനുഷ്യൻ റിട്ടയർ ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ അതിൽ 1, 2, 3 ലക്ഷം രൂപ മാത്രമേ അയാളുടെ PF അക്കൗണ്ടിൽ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ആ ഒരു എമൗണ്ടിൻ്റെ മുകളിലാണ് ഈ പറയുന്ന റേറ്റ് കിട്ടുന്നുണ്ടാവുക. ഇനി ഈ പറയുന്ന PF എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പിൻവലിക്കില്ല, എനിക്ക് റിട്ടയർമെൻ്റ് ആകുന്ന സമയത്ത് വേണ്ട ഒരു കാശാണത്, അതിലുള്ള ഒരു കോമ്പൗണ്ടിങ് എനിക്ക് ഉപയോഗിക്കണം എന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പിൻവലിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ റിട്ടയർ ആവുന്ന സമയത്ത് തന്നെ അയാൾക്കൊരു 1-2 കോടി രൂപയുടെ മുകളിലേക്ക് PF എമൗണ്ട് ഉണ്ടാവും.
അങ്ങനെയാണെങ്കിൽ അവസാന കാലങ്ങളിലൊക്കെ അയാളുടെ റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന കാലങ്ങളിലൊക്കെ ഈ 7.5 7.6% റിട്ടേൺസ് കിട്ടുന്നത് ഈ പറയുന്ന 1 കോടി അല്ലെങ്കിൽ 2 കോടി രൂപയുടെ മുകളിലാണെങ്കിൽ അത് നല്ലൊരു റിട്ടേൺസ് ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മുടെ PF പിൻവലിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് പലപ്പോഴും ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാറില്ല. ഇനി അടുത്തൊരു കാര്യമാണ്, റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് ഒരുപാട് റിട്ടേൺസ് ഈ ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ. അതായത് ചിലപ്പോൾ അവർക്ക് ഒരുമിച്ചൊരു വലിയൊരു കാശ് കിട്ടുന്നുണ്ടാവും. നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, റിട്ടയർമെൻറ്റിന് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഏതിലൊക്കെയാണ് ആ പൈസ ചിലവാക്കേണ്ടത് എന്നുള്ളത്. ചില ആൾക്കാർ പുതിയ കാർ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കും, ചില ആൾക്കാർ വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും, ചില ആൾക്കാർ മക്കളുടെ വിദ്യാഭ്യാസ ലോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ അങ്ങനെ പല 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 തരത്തിലാണ് ചിന്തിക്കുന്നുണ്ടാവുക. ഒന്ന് മനസ്സിലാക്കുക, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമ്മൾ അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മക്കളുടെ വിദ്യാഭ്യാസ ലോൺ മക്കളുടെ പഠനശേഷം മക്കൾക്ക് ജോലി കിട്ടിയ ശേഷം തിരിച്ചടക്കുക, അത് നമ്മളുടെ റിട്ടയർമെൻറ്റ് കാശ് കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. വീട് പണി ഒരിക്കലും റിട്ടയർമെൻറ്റിന് ശേഷം ആരംഭിക്കരുത്, മറിച്ച് അതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അവസാനത്തെ ഒരു എമൗണ്ട് അത് കയ്യിൽ തന്നെ കാശായി കിട്ടുകയും നിങ്ങൾക്ക് അതിന് ശേഷമുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ടാവും. ഇനി പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. ഈ മെഡിക്കൽ ഇൻഷുറൻസിൽ നമ്മൾ എപ്പോഴും സഫീഷ്യൻ്റ്ലി കവേർഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് മെഡിസെപ്പ് പോലെയുള്ള ഇൻഷുറൻസിലൊക്കെ മനസ്സിലാക്കുക, അതിലും ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റലുകളിൽ നമുക്ക് കവറേജ് കിട്ടാറില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കവറേജ് തുച്ഛമായിരിക്കാം. സോ എപ്പോഴും നിങ്ങൾക്ക് ഇനിയൊരു ബാധ്യത വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു പ്രീമിയം മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് റിട്ടയർമെൻറ്റിന് ശേഷം പല ആൾക്കാരും പുതിയ EMI എടുക്കാറുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് ലോണുകൾ എടുക്കാറുണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ തുക നിങ്ങളുടെ ചെലവിലേക്ക് മാത്രം മാറ്റിവെക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിനുശേഷം പുതിയ EMI സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, ലോണുകൾ എടുക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യമുള്ള സിംഹഭാഗവും കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്ന ഒരു ടൈമാണ് റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ആ സമയത്ത് പുതിയ ബാധ്യതകൾ എടുത്ത് തലയിൽ വെക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തന്നെ നമ്മുടെ PF എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല പ്രായത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ലൈഫിനെ ഒരു 15-20 വർഷം മുകളിലേക്ക് ഫോർകാസ്റ്റ് ചെയ്ത ശേഷം ഇന്ന് തന്നെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുക. ലൈക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ ആൾക്കാർക്ക് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ധനികനാവാൻ യാതൊരു പ്രയാസവും ഇല്ല. റിട്ടയർമെൻറ്റ് സമയമാകുമ്പോഴേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നമ്മളൊരു കോടീശ്വരൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. സോ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.